ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിമിയ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂട്ടാക്കിക്കോ. അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ആക്കിക്കോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ആക്കുക. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. നമ്മൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് വാപ്പ വെച്ചിട്ടുണ്ട്. കുറച്ച് മുട്ട വാപ്പ കടയിലേക്ക് കൊണ്ടുപോകും. ബാക്കിയുള്ളത് നമ്മൾക്ക് ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചായ തിളപ്പിച്ചിട്ടുണ്ട്. ഇക്കവിടത്തെ സവാളയൊക്കെ നന്നാക്കി അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇന്നിവിടെ പൂരിയും ചപ്പാത്തി റെഡിമെയ്ഡാണ് വാങ്ങിയിട്ടുള്ളത്. ചപ്പാത്തി നമ്മൾ വീട്ടിൽ പലതവണ വാങ്ങിയിട്ടുണ്ടെങ്കിലും പൂരി ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് ചുട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ തലേന്ന് രാത്രി ഞാൻ കുറച്ച് ചെമ്മീൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയല്ല, ഉച്ചയ്ക്ക് കേട്ടോ. അതൊന്ന് ബാലൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സവാള ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് വഴന്ന് വരാനായിട്ട്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ. അതാണ് ഈ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ കൂട്ടുകറിക്കൊക്കെ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഈ കായൊക്കെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും കൂട്ടുകറിക്ക് നമ്മൾ കടലയുടെ വലിപ്പത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓവറായിട്ട് വലിപ്പം പാടില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ചൊക്കെ കട്ട് ചെയ്തെടുത്തു. ബാക്കി ഇക്കാനെ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇന്ന് 3 പേരും നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞോളും സെയ്ഫാനും അയാനും ഒക്കെ ഉറക്കത്തിലാണ്. സാലി നേരത്തെ എണീറ്റിട്ടുണ്ട് നമസ്കരിക്കാനായിട്ട്. ആളതുകൊണ്ട് നമ്മുടെ പുറകെ കൂടെ നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ മുട്ടക്കറിക്ക് കടുക് പൊട്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. എന്നിട്ട് ഞാൻ സവാളയൊക്കെ ഒരു മൂലക്കോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അവിടെ കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് മുട്ടക്കറിയിലേക്ക് കറിവേപ്പില വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്ക വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മച്ചി കുറച്ച് കറിവേപ്പില കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സമയം കിട്ടുമ്പോൾ ഇത് ഊരി ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യത്തിൽ ഞാൻ 2 തണ്ട് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മുടെ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻകറി ചെമ്മീൻ ചൂടാക്കിയിട്ടുണ്ട്. അതൊന്നും അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ ചൂടുവെള്ളം നമുക്ക് മുട്ടക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. ഇനി നമുക്ക് മുട്ടയുടെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. മുട്ടക്കറിയല്ലേ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഏകദേശം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. ആ ഒരു മുളക് പൊടിയും കൂടെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ തൊട്ടടുത്ത് തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഏകദേശം നന്നായിട്ട് കുറുകി വരണ ഒരു പാകം വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, പിന്നെ അതുപോലെ തന്നെ കടല, കായ, ചേന. ഈ കായും ചേനയും നിർബന്ധമായിട്ട് നമുക്ക് കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളരി അല്ലെങ്കിൽ കുമ്പളങ്ങ എടുക്കാം. ഞാനിവിടെ കുമ്പളങ്ങ ഉള്ളതുകൊണ്ട് തന്നെ കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എല്ലാ കഷ്ണങ്ങളും ഒരേ വലുപ്പത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു കടലയുടെ വലുപ്പമാണെങ്കിൽ കുറച്ച് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ആ ഒരു വലുപ്പത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കുമ്പളങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കൂട്ടുകറി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്, ഇന്ന് നമ്മുടെ കുഞ്ഞുവിൻ്റെ നമ്മുടെ മുഹമ്മദ് സെയ്ഫാൻ്റെ അംഗൻവാടിയിൽ ഓണം സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പായസം ഉണ്ടാക്കി കൊണ്ടുവരാമെന്നാണ് ഏറ്റിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കൂട്ടുകറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും കഴിക്കാം, അങ്ങോട്ടേക്കും കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങയാണെങ്കിൽ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ടൊരു കുമ്പളങ്ങ മോരുകറിയോ എരിശ്ശേരി മാതിരി എന്തെങ്കിലും ഉണ്ടാക്കാം. എരിശ്ശേരി അല്ല, പുളിശ്ശേരി ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നടക്കുമെന്നൊന്നും അറിയത്തില്ല. കാരണം എന്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അന്ന് മിക്കപ്പോഴും കറണ്ട് ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ തൽക്കാലം കറണ്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇക്കാനെ കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണുണ്ടാവും. മിക്കമാവടി വരെ ഒന്ന് പോയതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് ആൾ പോയതാണ്. അന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. വറ്റൽ മുളക്, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി. സത്യം പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി നമുക്ക് മുട്ടക്കറിക്ക് ഇടാനായിരുന്നു. പക്ഷേ ആൾ എത്താത്തതുകൊണ്ട് തന്നെ ഞാൻ സാധാ മുളക് പൊടി ഉപയോഗിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കി കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുട്ടക്കറിക്ക് നാരങ്ങ വേണമായിരുന്നു. പിന്നെ അതുപോലെ ഒരു ചെറിയ പാക്കറ്റ് കാഷ്നട്ടും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ ആൾ. പിന്നെ അതേ ഞാൻ ആ ഒരു നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പിഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ അതിൻ്റെ നീര് ചാടുന്നില്ല കേട്ടോ, ചെറിയ നാരങ്ങ ആയതുകൊണ്ട്. പിന്നെ ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അതിലങ്ങ് പിഴിഞ്ഞു കൊടുത്തു. അതിൽ പിഴിയുമ്പോൾ ആ ഒരു കുരു അതിലേക്ക് ചാടത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പിഴിഞ്ഞു കൊടുത്തു. പിന്നെ അതേ അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കണം കേട്ടോ. ആ ഒരു സവാള വഴറ്റിയെടുക്കുന്നതിലാണ് കേട്ടോ നമ്മുടെ സവാളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ആ ഒരു മസാലയൊക്കെ അതിലേക്ക് പിടിക്കാനായിട്ട്. ഇനി ഇതേ ആ മുട്ട കവർ ചെയ്ത് നമുക്ക് സവാളയൊക്കെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കഴിക്കുന്നതിന് മുന്നേ മാത്രം നമുക്കിത് എടുത്തേച്ചാൽ മതി കേട്ടോ. അതുവരെ ആ ഒരു മുട്ടയുടെ ഫ്ലേവറൊക്കെ ആ ഒരു മുട്ടയിലേക്ക് ആ ഒരു സവാളയുടെയൊക്കെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് കവർ ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, കണ്ണിന് സുഖമില്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ണിൽ ഇൻഫെക്ഷനായിട്ട് കണ്ണിൽ സുക്കേട് ചെങ്കണ്ണെന്നൊക്കെ പറയാം, ആ ഒരു സംഭവം തോന്നുന്നു, എനിക്കറിയത്തില്ല. അത് എനിക്ക് എങ്ങനെ വന്നു എനിക്കറിയില്ല, കാരണം ഞാൻ വീടിൻ്റെ അകത്തിരിക്കുന്ന എനിക്കെങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതും നല്ല ചൂട് സമയമൊന്നുമല്ലല്ലോ, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്ന ഒരു കാലാവസ്ഥയും കൂടിയാണ്. പക്ഷേ ഏതായാലും 2 വീക്സായി എനിക്കത് വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഇതേ കടല ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കടല ഒരുപാടുണ്ട് കേട്ടോ, അതാണ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കിനി കടലയുടെ ഇരട്ടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കടല ഒന്ന് വേവാനായിട്ട് സമയമെടുക്കും, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ 1 ഗ്ലാസും കൂടെയും ഇരട്ടിയാണ് എടുത്തിട്ടുള്ളത്, കടലയുടെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു വിസിലടിച്ച് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലാക്കി വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കടല നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഇക്ക തേങ്ങ ചിരവി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് കാഷ്നട്ടും റൈസിൻസും ഒക്കെ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്, വീഡിയോയിൽ ഇക്കാനെ കൊണ്ട് ആകെ പണിയെടുപ്പിക്കാമെന്നൊക്കെ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുമോ കളിയാക്കോ എന്നൊക്കെ ഞാൻ ഇക്കാനോട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കാനോട് പറയുന്നവർ പറഞ്ഞോട്ടെ, ഭാര്യയെ വീട്ടിൽ സഹായിച്ചു എന്നും പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ അങ്ങ് കളിയാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ഇക്കാക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കാണോ പ്രശ്നമല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ അവിടെ തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് 2 പിള്ളേർക്കും ഇന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പായസത്തിന് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വിട്ടേക്കുന്നതാണ് കേട്ടോ. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കണ്ണിലെ ഇൻഫെക്ഷൻ 2 പേർക്കും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്ത് അസുഖമാണെങ്കിലും നമുക്ക് വിടാം, പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പകരുന്ന അസുഖങ്ങളായതുകൊണ്ട് നമുക്ക് സ്കൂളിലേക്ക് വിടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വേഗം മാഡത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു തൽക്കാലം സ്കൂളിലേക്ക് വിടണ്ട, ഇനി മറ്റുള്ള പിള്ളേർക്ക് വേണേൽ വന്നാലോ എന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം പിന്നെ ഇന്ന് ഓണം സെലിബ്രേഷന് 2 പേരെയും വിടുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് നമ്മുടെ മുഹമ്മദ് സൈഫാൻ്റെ ഓണം സെലിബ്രേഷനാണ് അംഗൻവാടിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിനായിട്ട് ഏതായാലും സൈഫാന് തുടങ്ങിയിട്ടില്ല, അപ്പോൾ അവനത് വിടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പൂരി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഓയിലൊക്കെ അതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇക്ക ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പൂരി ഉണ്ടാക്കിയിടാനുള്ള പാത്രമൊക്കെ ഇക്ക ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ പൂരി ഉണ്ടാക്കിയിടുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞ് ഞാൻ വാർത്തോളാന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഇക്ക വാർത്തോട്ടേന്ന് ഞാനും വിചാരിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആണുങ്ങളെ ഇങ്ങനെ ഇതുപോലെ ചോറൊക്കെ വാർത്ത് സഹായിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നേ ചെയ്തു തരാൻ പറ കേട്ടോ. അപ്പോൾ എന്താ പറയണേന്ന് അറിയാലോ. ഇതാണ് നമ്മുടെ 2ാമത്തെ ആൾ അയാൻ. അവൻ്റെ കണ്ണിന് തുടങ്ങിയിട്ടുണ്ട് ഇൻഫെക്ഷനൊക്കെ. അപ്പോൾ അത് തന്നെ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ. സാലിക്കാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു, കാരണം ഓണം സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ ആളാണെങ്കിൽ മലയാളി മന്നനൊക്കെ ആയിക്കോളാന്നൊക്കെ പറഞ്ഞ് ടീച്ചറിനോട് ഏറ്റിട്ടാണ് കേട്ടോ വന്നത്. ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര നാണായിട്ട് ആരും ചേർന്നില്ല എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും അവനെ വിടാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുണ്ടൊക്കെ കൊടുക്കണം അതിനായിട്ട്. അപ്പോൾ മുണ്ടൊക്കെ കൊടുത്ത് വിടാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ കണ്ണിന് ചെറിയ ഇൻഫെക്ഷനൊക്കെ തോന്നുന്നതുകൊണ്ട് നമ്മൾ വിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ആൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ നമ്മൾ മുട്ട റോസ്റ്റ് എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്, നല്ല കളറൊക്കെ ആയിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പൂരി ചൂടാണ്, നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ പൂരി ഇതിൻ്റെ അകത്ത് എത്രയാണ് 16 പീസോ അങ്ങനെ എത്രയും കണ്ട് പീസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തികയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ചപ്പാത്തിയും കൂടെ വാങ്ങിയത്. ഈ ഒരു പാക്കറ്റ് പൂരിക്ക് 40 രൂപയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ
ഇടയ്ക്കൊക്കെ വീട്ടിൽ പൂരി ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാത്തത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോളിതേ ഉറക്കത്തിൽ എണീറ്റ് വന്നിട്ടുണ്ട്. ആളെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ. ആളുടെ കണ്ണിലൊക്കെ നന്നായിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇൻഫെക്ഷൻ നമുക്ക് കുഞ്ഞോക്കാണ് ആദ്യം കിട്ടിയത്. കുഞ്ഞോളെ എടുക്കുന്നുകൊണ്ടാണ് കേട്ടോ സാലിക്ക് അയാനും കിട്ടിയത്. കാരണം ഞാൻ എൻ്റെ അടുത്തേക്ക് അവരെ അധികം അടുപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞോളെ എടുക്കുന്നതിലൂടെയാണ് പിള്ളേർക്ക് 3 പേർക്കും വന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ആ സമയത്ത് നമുക്ക് സൈഫാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ 3 പേർക്കും ഉണ്ട് കേട്ടോ. കണ്ണിൽ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനായിട്ട് എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്യാനുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഡോക്ടറെ കണ്ട് ഇൻഫെക്ഷന് മരുന്നൊക്കെ കണ്ണിൽ ഒഴിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും അത് മാറുന്നില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം എനിക്കൊരു 2 ആഴ്ചയോളം ആയിട്ടുണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട്. ഇതുവരെ നമ്മുടെ കണ്ണ് കറക്റ്റായിട്ടില്ല. അങ്ങനെ പൂരി റെഡിയായി കഴിഞ്ഞപ്പോൾ വാപ്പാക്കുള്ള പൂരി ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോയി കൊടുക്കാണ് കേട്ടോ. ഇപ്പം വാപ്പാനെ അധികം ഇങ്ങോട്ട് വരുത്തിക്കലില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാപ്പ വണ്ടിയിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്തായിരുന്നു നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതേ വാപ്പാക്ക് ഒരു 2-3 പൂരി അതിൽ കൂടുതലൊന്നും ആൾ കഴിക്കത്തില്ല. അതിലേക്ക് മുട്ടക്കറിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വാപ്പാക്ക് കൊണ്ടു കൊടുക്കാണിക്കാം. ഇനി ഞാൻ ഇതേ ചപ്പാത്തി ചുട്ടെടുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈ പാൻ, ഒരു പഴയ ഫ്രൈ പാൻ ചപ്പാത്തി ചൂടാൻ മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചപ്പാത്തി ചൂടുമ്പോൾ നമ്മുടെ ഫ്രൈ പാൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും കേട്ടോ. കാരണം ഞാനിങ്ങനെ ഒരിക്കൽ കടയിൽ ചെന്ന സമയത്ത് ആ ഷോപ്പിൽ ചേച്ചിയാണ് നമ്മളോട് പറഞ്ഞത്, ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ പാൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും, കാരണം ഓവർ ഹീറ്റ് ആവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ കോട്ടിങ്ങൊക്കെ പൊളിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഒരു പാൻ അവിടെ വെച്ചേക്കാണ് കേട്ടോ, ഒരു പഴയ പാൻ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇക്കൊക്കെ എല്ലാം കറക്റ്റായിട്ട് കഴിക്കണം എന്നാട്ടോ ആഗ്രഹം, പക്ഷേ മിക്കപ്പോഴും നടക്കാറില്ല. ഇക്ക ഉള്ളപ്പോൾ മാക്സിമം നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും കേട്ടോ. പിന്നെ ഇക്ക ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഞാൻ താളത്തിൽ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അതേ പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പാല് വാപ്പാക്ക് ചായ കൊണ്ടു കൊടുത്തപ്പോൾ പാല് വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. നല്ല ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതേ നമ്മൾ ചുട്ടിട്ടുണ്ടായിരുന്ന ബാലൻസ് ചപ്പാത്തി അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കൊച്ചിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതേ ചായയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ചായ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കൂട്ടുകറിക്ക് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. അതിന് മുന്നേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ വറുത്തെടുക്കുക എളുപ്പമാണ് കേട്ടോ. മിക്സിഡ് ജാറിൽ വറുത്തരച്ച് വെക്കുന്ന എല്ലാ കറികൾക്കും ഞാൻ ചെയ്യാറുണ്ട്. മിക്സിഡ് ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം, അപ്പോൾ എല്ലാം ഒരേ വലുപ്പമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഞാൻ. അതവിടെ ക്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാലിങ്ങ് തിളച്ച് പോകാറായിട്ടോ. പാലിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അത് തിളയ്ക്കത്തില്ല. എന്നാൽ നമ്മുടെ കണ്ണൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് പോവുകയും ചെയ്യും. മിക്കപ്പോഴും എനിക്ക് വീട്ടിൽ ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. കാരണം ഞാൻ പല കാര്യങ്ങളായിരിക്കും ഒരേ സമയം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് മിക്കപ്പോഴും തിളച്ച് പോകാനാണ് സാധ്യത. അങ്ങനെ അതേ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് മധുരം ഇടാതെ ഞാൻ ഇക്കക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇക്ക മധുരം ഇടാതാണ് ഇപ്പോൾ ചായ കുടിക്കാറുള്ളത്. പിന്നെ ഞങ്ങൾക്കുള്ളതിലേക്ക് മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം. കുഞ്ഞോളപ്പോൾ നമ്മുടെ സാലിയുടെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതേ ചായയും കൊണ്ട് വന്ന് ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും അതുപോലെ പൂരിയും മുട്ടക്കറിയൊക്കെ ഞാൻ നേരത്തെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളിന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ടേബിളിൽ ഇരുന്ന് കഴിക്കാം. 3 പേർക്ക് ഞാൻ ഒരുപോലത്തെ പാത്രം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും അവർക്ക് പോരാ. അപ്പോൾ അതേ സേഫാൻ പോയിട്ട് ഒരു ചില്ലിൻ്റെ പാത്രമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചില്ല് പാത്രം ഇവിടെ ഡെയിലി പൊട്ടിക്കുന്നുണ്ട്. ഇനി അടുത്തത് പൊട്ടിക്കാനാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ലഹളയായി. പിന്നെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ ചില്ല് പാത്രത്തിൽ കഴിക്കാനായിട്ട് നമ്മുടെ സേഫാൻ ഇരിക്കണയാണ്. അപ്പോൾ സേഫാൻ എടുത്ത് വരുന്ന കണ്ടപ്പോൾ അയാന് പിന്നെ ഒട്ടും എന്താ പറയുക സമാധാനമില്ല. അയാനാണ് സാധാരണ ചില്ല് പാത്രത്തിൽ എടുത്ത് കഴിക്കാറ്. അപ്പോൾ അതേ അയാനും പോയിട്ട് പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിലങ്ങനെ ഗസ്റ്റുകളൊന്നും ഒരുപാട് വരുന്നൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ച് വെച്ച് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടൊന്നും. അപ്പോൾ പിള്ളേർ എന്നെ കഴിക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിക്കും. ചപ്പാത്തി കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇക്കാക്ക് ചപ്പാത്തി മുട്ടക്കറി ഞാൻ വിളമ്പി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇക്കാക്ക് വിളമ്പി കൊടുക്കണം കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ആദ്യം കഴിക്കുകയാണെങ്കിൽ തന്നെ വിളമ്പി വെക്കണം നമ്മൾ ആദ്യമേ. അപ്പോൾ അതേ ഇക്കാക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് തിരക്കാണെങ്കിൽ ആൾ തന്നെ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞോള് ഇക്കടെ കയ്യിലാണ്. കുഞ്ഞോള് എണീറ്റ്
ഇരിക്കണമെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ആദ്യം ഫുഡ് കഴിക്കും കേട്ടോ. എന്നിട്ടാണ് കൂടുതലും ഞാൻ തന്നെയായിരിക്കും ആദ്യം ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇക്ക ഫുഡ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ ഫുഡ് കഴിക്കാം. ഒന്നല്ലെങ്കിൽ ഇക്ക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കൊച്ചിനെ എടുക്കുകയാണെങ്കിൽ ഇക്കാക്ക് കഴിക്കാം, ഇക്ക കൊച്ചിനെ എടുക്കുകയാണെങ്കിൽ എനിക്കും സമാധാനത്തിൽ കഴിക്കാം. നമ്മുടെ കുഞ്ഞോൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെയൊക്കെ പെട്ടെന്ന് വലിച്ചു വാരി കഴിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുവിൻ്റെ കണ്ണിൽ ഒന്ന് മരുന്നൊഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കുഞ്ഞുവിനെ ഞാൻ 2 കണ്ണിലും ഓരോ തുള്ളി വീതം 4 നേരമാണ് കേട്ടോ നമുക്ക് ഒഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പീഡിയാട്രീഷനെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ കണ്ണിലൊഴിക്കാനുള്ള ഒരു ഡ്രോപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എൻ്റെ മൂത്ത മക്കൾക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അയാനും തുടങ്ങിയിട്ടുണ്ട്, സാലിക്കും ഉണ്ട്. അപ്പോൾ അവരുടെയും കണ്ണിൽ ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ ഒഴിച്ചു. ഞാൻ കണ്ണിൻ്റെ ഡോക്ടറാണ് പോയി കണ്ടത്. അപ്പോൾ അത് തന്നതാണ് കേട്ടോ ഒഴിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ അതേ കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേന, അതുപോലെ തന്നെ കായ അരിഞ്ഞത്, പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, കുമ്പളങ്ങ അരിഞ്ഞത്, ഈ 4 വെജിറ്റബിളാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റൊക്കെ ചേർക്കും കേട്ടോ, ചിലർ ക്യാരറ്റൊക്കെ ചേർക്കും. പിന്നെ ഈ ഒരു കൂട്ടുകറി പല ടൈപ്പിലാണ് കേട്ടോ ഞാൻ ആൾക്കാരുണ്ടാക്കുന്ന ഈ വീഡിയോയൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ കണ്ടേക്കണ വീഡിയോസ്. അതിലൊക്കെ ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഈ ഒരു കൂട്ടുകറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കൂട്ടുകറി ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഇത്രയും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, കാരണം ആ ഒരു കൂട്ടുകറിയുടെ ഒരു കളറിന് വ്യത്യാസം വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ കടലയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഷ്ണത്തിൽ ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണുണ്ട്. ഇനി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടി കൊടുക്കണേയും നല്ലതായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഇക്ക അവിടെ ഇങ്ങനെ നിന്ന് സ്പ്രേ ചെയ്യും. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ റബ്ബറും അതുപോലെ തന്നെ ആത്തച്ചക്കയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്ന നീറ് ഫുള്ള് കേബിൾ വയർ വഴി നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോളെയൊക്കെ നിലത്ത് കിടത്തണല്ലേ, അപ്പോൾ നീറാവുമ്പോൾ കടിച്ചിട്ടുണ്ടെങ്കിൽ വിടത്തുമില്ല, നമ്മൾ അറിയത്തുമില്ല, കരയുമ്പോൾ എന്നാ പ്രശ്നം എന്ന് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പോകാനായിട്ട് ഇക്ക പുറത്ത് പോയിട്ട് എന്തോ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ട് അടിക്കുവാണ്. ആ സംഭവം അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഞാനത് പാക്കറ്റ് കണ്ടില്ല കേട്ടോ. അതിന് മുന്നേ ആൾ പൊട്ടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അടിക്കണമായിരുന്നു, സ്പ്രേ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടില്ല ആ സംഭവം എന്താണെന്ന്, ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് എന്താ പറയുക, ഉറുമ്പും അതുപോലെ തന്നെ നീറൊക്കെ പോകുന്നതാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വാങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ, കാരണം നിങ്ങൾക്കാണെങ്കിലും ഹെൽപ്പ് ആവുമല്ലോ. ഇപ്പോൾ നമുക്ക് കൂട്ടുകറിക്കുള്ള ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അതിനായിട്ടൊരു പാൻ അങ്ങ് അടുപ്പത്തേക്ക് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഉഴുന്നും പരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ആക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പോടും ചേർത്ത് കൊടുക്കേണ്ട, ഒരു 10-15 അണ്ടിപ്പരിപ്പോളം ചേർത്ത് കൊടുക്കേണ്ടത്, അതൊന്ന് റോസ്റ്റ് ആക്കാം. പിന്നെ നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വറുത്ത് കിട്ടത്തില്ല കേട്ടോ, നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോഴേക്ക് ഇക്കതേ പാല് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അംഗൻവാടിയിലേക്ക് സേമിയ പായസം ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3.5 ലിറ്ററോളം പാലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് പറഞ്ഞത് 25 പേർക്കുള്ളത് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ബൾക്കായിട്ടൊരു പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഞാൻ ഏകദേശം ഒരു 3.5-4 ലിറ്ററോളം പാല് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാലൻസ് ഉള്ള പായസം ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും വേണമല്ലോ, അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇത്രയും പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊക്കെ പൊട്ടിച്ചിട്ട് ഞാനൊരു വലിയ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും നേരമുള്ള ജോലികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ടൈം പല പല കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, പാലൊക്കെ അടി പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പായസം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ എന്തായാലും പായസത്തിൻ്റെ അടുത്ത് വേണാനും. നീളത്തിലുള്ള സേമിയാണ് കേട്ടോ, വെർമിസെല്ലിയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പാടായിരുന്നു. പാടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് കുറേയൊക്കെ ഇങ്ങനെ പറന്നൊക്കെ പോകണുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ സമയത്ത് പൊട്ടിക്കണതിന് മുന്നേ തന്നെ ആ കവറിൽ വെച്ചിട്ട് ഇത് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ.
അതെനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത്. അപ്പോൾ ഇതേ ഞാനതൊക്കെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് സേമിയ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ കയ്യിലൊരു 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഏകദേശം ഒരു 100 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 300 ഗ്രാം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പുതിയൊരു പാക്കറ്റ് 300 ഗ്രാമിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഏകദേശം ഒരു 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. മൊത്തം ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറക്റ്റ് ഞാൻ നോക്കിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ മുഹമ്മദിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഇക്കതെ അംഗൻവാടിയിൽ കൊണ്ടുപോയി വിടാണ്. നമ്മൾക്ക് ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് എത്തിച്ചാൽ മതി. നമുക്ക് കൊച്ചിനെ നേരത്തെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനതേ കൊണ്ടുവന്ന് വിടാനായിട്ട് പുതിയ ഷൂ ഒക്കെ ഇടിച്ച് റെഡിയാക്കണേയാണ് കേട്ടോ. അവൾക്ക് പിന്നെ അംഗൻവാടി പോകാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം പറയാൻ വേണ്ട, എത്ര വേഗം അംഗൻവാടി ചെല്ലണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂത്ത ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു സെമിയൊക്കെ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോളം ഇറക്കത്തി തന്നെയിട്ട് എൻ്റെ തോളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അള്ളി പിടിച്ചിരിക്കുന്നുണ്ട് ആൾ. ഞാനിത് പായസത്തിന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പാലടി പിടിക്കണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകറിയുടെ തേങ്ങയും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പയ്യെ ഇരുന്നതൊന്ന് കുക്കാവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് പായസത്തിലേക്കുള്ള വെർമിസെല്ലിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാത്ത വെർമിസെല്ലിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കാഷ്നട്ടും അതുപോലെ റേസിൻസും ഒന്ന് ഫ്രൈ ചെയ്ത് അത് ആദ്യം തന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കാഷ്നട്ടും റേസിൻസൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഇക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആൾ മൊബൈലിൽ നോക്കി നിന്ന് അത് കരിഞ്ഞു പോയില്ല എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ വെർമിസെല്ലി ഒന്ന് കരിഞ്ഞൊന്നും പോയില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ആൾ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാല് നന്നായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് സേമിയൊക്കെ വേവണം. അപ്പോൾ ഞാൻ ആദ്യമേ പഞ്ചസാര ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സേമിയ വേവാനായിട്ട് സമയം എടുക്കും കേട്ടോ. സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് ഞാൻ പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഓൾറെഡി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് നമ്മളുടെ കൂട്ടുകറിക്കുള്ള തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് 1/3 ഭാഗം എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ആവരുത് കേട്ടോ. 1/3 ഭാഗം മാത്രം മതി. കാരണം തേങ്ങ ഒരുപാടില്ല, നമുക്ക് കഷ്ണങ്ങൾ തന്നെയായിരിക്കും ഇതിൽ മുന്തി നിൽക്കണത്. നമ്മൾ അരയ്ക്കാനായിട്ട് ഇത് ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. ഇനി ഒന്നുകൂടി ഇത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കണം. എന്നാലാണ് കൂട്ടുകറിക്ക് നല്ലൊരു കളർ ഉണ്ടാവുക. നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് വെക്കുക. അല്ലാതെ വിടാവോ, കറണ്ട് അങ്ങ് പോയിട്ടോ. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച് തന്നെ ഇരുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അന്ന് എന്തായാലും കറണ്ട് പോവൽ വീട്ടിൽ പതിവുള്ള കാര്യമാണ് കേട്ടോ. കൊളാക്കൽ പതിവുള്ള കാര്യമാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ആ കറക്റ്റ് ടൈമിൽ പോയിട്ടോ. അതങ്ങ് തേങ്ങ അരച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ ആ കറിയുടെ കാര്യങ്ങൾ. പക്ഷെ ആ ഒരു അവസാന നിമിഷം വന്നിട്ട് കറണ്ട് പോയി. പിന്നെ അത് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പായസത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു കേട്ടോ. പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം സേമിയൊക്കെ വെന്തതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ കണ്ടൻസ് മിൽക്ക് ഞാൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോഴേക്കും എന്താ പറയുക, കറണ്ട് പോയപ്പോൾ തന്നെ നമുക്ക് ആകെ പ്രാന്ത് പിടിച്ച് മൂടൊക്കെ പോയി വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതൊക്കെ പോയിട്ടോ. പിന്നെ നമുക്ക് തലേന്ന് രാത്രി നല്ലൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കിണറ്റിൽ പൂച്ച ചാടി ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ മുകളിൽ നമ്മൾ ഗ്രില്ലിട്ടതായിരുന്നു. പക്ഷേ സൈഡിലായിട്ട് വെള്ളം ഓസ് ഇടാനായിട്ടുള്ള ഒരു ഓവ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഓവ്. അതിലൂടെ പൂച്ച ചാടിയതായിരുന്നു. നമ്മൾ മാക്സിമം അതിനെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അത്യാവശ്യം നല്ല താഴ്ചയുള്ളതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ ഒരു കുഞ്ഞു പൂച്ചയായിരുന്നു. അപ്പോൾ അതിന് അധികം നേരം അതിൽ നീന്തി നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം പൂച്ചയ്ക്ക് നമ്മൾ അതുപോലെ ഫുഡും കൊടുത്ത് നമ്മൾ നോക്കണേണ്. പക്ഷേ സത്യത്തിൽ നമ്മൾ നോക്കുന്ന പൂച്ചയല്ലായിരുന്നു കേട്ടോ. രാജചേച്ചിയുടെ പൂച്ചകളേ അല്ലായിരുന്നു, വേറെ എവിടെ നിന്നോ വന്ന പൂച്ചയായിരുന്നു കേട്ടോ. രാജചേച്ചിയുടെ പൂച്ചകൾക്ക് സ്ഥിരം നമ്മുടെ വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഓവൊക്കെ നന്നായിട്ട് അറിയാം. ഇന്ന് വരെ അതിലോട്ട് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളവിടെ കല്ലൊക്കെ വെച്ചിട്ട് അടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേർ അത്ര സെറ്റപ്പ് നല്ല പിള്ളേരായതുകൊണ്ട് ആ കല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പൂച്ച ചാടത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ ആയാലും പൂച്ചയുടെയൊക്കെ ആയാലും സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്താ പറയുക, കാരണമൊക്കെ തന്നെ വന്നോളൂ കേട്ടോ. ഒരു രാത്രി 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഈ പൂച്ച ചാടി കിടക്കുന്നത്. പൂച്ച നന്നായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കിണറ്റിൽ കണ്ടത്. ഞാനും ആ പയ്യൻ കൂടെ കുറച്ചൊക്കെ നോക്കിയിട്ടൊന്നും നടപടിയില്ല
എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഇക്കാനെ വിളിച്ചിട്ട് അനിയനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അനിയന വീട്ടിലില്ല, എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് വേഗം നമ്മൾ മാവടിയിലേക്ക് വിളിച്ചു പറഞ്ഞു, അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ വന്നു കേട്ടോ. അവർ വന്ന് കുറേ നേരം മാക്സിമം ഒക്കെ നോക്കി, എന്താ പറയുക, കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി. പക്ഷേ എന്താ പറയുക, ആൾ പോയി. പക്ഷെ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ആ പൂച്ച ഇങ്ങനെ മുകളിലേക്ക് കൈ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ പൂച്ചയ്ക്ക് അതുപോലെ ഫുഡൊക്കെ കൊടുത്ത് നോക്കണോണ്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അവസാനമായപ്പോഴേക്കും ഞാൻ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം എനിക്ക് മനസ്സിലായി അതിനെ രക്ഷിക്കാൻ പറ്റത്തില്ല, ആൾ പോകുമെന്ന് മനസ്സിലായി. പിന്നെ ആൾ അവരെല്ലാവരും കൂടെ പുറത്തെടുത്തു, വാപ്പ അതിനെ കുഴിച്ചിട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കിണർ പറ്റിച്ചു. കാരണം പൂച്ച ചാവുകയും ചെയ്തു. പിന്നെ ഓൾറെഡി നമ്മൾ ഈ വർഷം കിണർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ വർഷവും നമ്മൾ കിണർ ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ മക്കൾ എന്താണെന്ന് വെച്ചാൽ ഉള്ള വേസ്റ്റ് മുഴുവനും ആ കിണറിൻ്റെ അകത്തേക്ക് ഇടും കേട്ടോ. എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഗ്രില്ലൊക്കെ ഇട്ട് മൂടിയൊക്കെ വെച്ചേക്കണെയാണ്. പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുപോലെ ഒരു ഇന്ന പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല പാടത്തിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ചേറൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ കിണർ ക്ലീൻ ചെയ്യലുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ക്ലീനിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ കിണർ ക്ലീനായി. അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഒരുപാട് നേരം നിന്നാണ് നമ്മൾ വെള്ളം അടിച്ച് പറ്റിച്ചതൊക്കെ. വന്ന പണിക്കാർ നല്ല അടിപൊളി പണിക്കാരായിരുന്നു കേട്ടോ. ഭായിമാരായിരുന്നു. പക്ഷെ നല്ല ക്ലീനായിരുന്നു. നമ്മൾ ഒന്നിനും നമ്മൾ അവരുടെ പുറകെ നിൽക്കേണ്ട വന്നില്ല കേട്ടോ. എല്ലാവരും ക്ലീനാക്കി അടിപൊളിയാക്കി. പിന്നെ കിണർ ക്ലീൻ ചെയ്യണതിന് നല്ല പൈസ ആവുമല്ലോ, അറിയാമല്ലോ. എങ്ങനെയാണെങ്കിലും പൈസ ആയാലും കിണറൊക്കെ ഒന്ന് ക്ലീനാക്കി കിട്ടിയല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ കുറച്ച് പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം നമ്മുടെ അംഗൻവാടിയിൽ അധികം പിള്ളേരില്ല കേട്ടോ. 4 പിള്ളേരേ ഉള്ളൂ. അപ്പോൾ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എന്താ പറയുക, സെലിബ്രേഷൻ നടത്താനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു പൂവൊന്നും പൈസ കൊടുത്ത് മേടിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പൂവ് രാജിച്ചിരി വീട്ടിലൊക്കെ കുറേ പൂക്കൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ പറിച്ച് കൊണ്ടുപോയി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ദേ മുറ്റത്തേക്ക് ഇറങ്ങി. കുറേ പൂവുണ്ട്, എന്താ പറയുക, കോഴിവാലൻ, നമ്മുടെ പണ്ടത്തെ പൂക്കളൊക്കെ ഉണ്ടല്ലോ അത്, ബോൾസ്, പിന്നെ അതുപോലെ തന്നെ തുമ്പ ആ ചേട്ടൻ നട്ട് പിടിപ്പിച്ചേക്കണെയാണ് കേട്ടോ. രാജിച്ചിരി ഹസ്ബൻഡ് നട്ട് പിടിപ്പിച്ചേക്കണൊക്കെയാണ്. കാരണം ഓണത്തിനൊക്കെ ആവശ്യമാണല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ പറിച്ച് അംഗൻവാടിയിലേക്ക് കടയിൽ കൊടുത്തു വിട്ടു. അങ്ങനെ പൂവൊക്കെ പറിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ദേ നമ്മുടെ യൂസഫൊക്കെ മീനും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെമ്പല്ലി വാങ്ങി. അപ്പോൾ ഓണായതുകൊണ്ട് ഇനി മീനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം നമ്മൾ ചെമ്പല്ലിയൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തു കേട്ടോ. ഇതുവരെ അത് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അതേ ഞാൻ ആ കവറിൽ ഫുള്ള് പൂക്കളാണ് കേട്ടോ ഇക്കാക്ക് പറിച്ചു കൊടുത്തേക്കണെയാണ്. പിന്നെ വേറെ എന്തോ സുപ്രൻ ചേട്ടൻ രാജീജിയുടെ ഹസ്ബൻഡ് കുറേ പൂക്കളൊക്കെ വേറെ പറിച്ചു തന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ അംഗൻവാടിയിലേക്ക് കൊടുത്തു വിടാൻ കേട്ടോ. അങ്ങനെ അതേ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവസാനം കറണ്ടൊക്കെ വന്ന് പെട്ടെന്ന് നമ്മൾ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് റെഡി ആയിട്ടാണ്. പിന്നെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അംഗൻവാടിയിലേക്ക് പോയി. അതൊന്നും വീഡിയോ എടുക്കാൻ പിന്നെ പറ്റിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അംഗൻവാടി ചെന്ന് അതേ നമ്മുടെ മുഹമ്മദിനെ നമ്മളിന്ന് മാവേലി ആക്കാമെന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു മാവേലി ആക്കാമെന്നൊക്കെ പറഞ്ഞ കാരണം നമ്മുടെ രാജേച്ചി വന്നിട്ട് ആളെ റെഡിയാക്കാണ്. അപ്പോൾ ഈ ഒരു തുണി കഷ്ണമൊക്കെ പുടവയോ എന്തോ എനിക്കറിയില്ല, സുപ്രൻ ചേട്ടന് റിട്ടയർഡായ സമയത്ത് ഇങ്ങനെ പൊതിച്ചിട്ട് തരില്ലേ, അതിനെന്നെ പറയുക, പുടവാന്നാണ് പറയണത്. ആ സംഭവം 2 പീസ് 2 ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം മുഹമ്മദിനെ നമ്മൾ ഉടുക്കാനായിട്ടും ഒരെണ്ണം അവിടെ ഒരു ബായിക്കൊച്ച് അംഗൻവാടിയിൽ വരുന്നുണ്ട് കേട്ടോ, പെൺകുട്ടി. അപ്പോൾ അവൾക്ക് സാരി ആയിട്ട് ഉടുക്കാനും പിന്നെ നമ്മൾക്ക് ഒരെണ്ണം കഴുത്തിൽ കൂടെ ഇടാനായിട്ടും ഒരെണ്ണം, അങ്ങനെ 3 നമ്മൾ എടുത്തു കേട്ടോ. അപ്പോൾ അത് ചേട്ടന് കിട്ടിയതായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, പോഷകാഹാരത്തെക്കുറിച്ചിട്ടുള്ള, അനീമിയ വരുന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സൊക്കെ ടീച്ചർ എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ മുഹമ്മദിനെ രാജിച്ച് റെഡിയാക്കാൻ. അപ്പോൾ രാജിച്ച് ജോലിക്ക് പോയെടുത്തുനിന്ന് ഇക്ക വിളിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മോനെ നമ്മൾ മാവേലി ആക്കിയത് ഇനി വീഡിയോ കണ്ടിട്ട് ആർക്കും ഒന്നും കുരു പൊട്ടേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഓണം കേരളീയ ഉത്സവമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സംഭവമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ആരും ആഘോഷിക്കരുത്. പക്ഷേ ഓണം അങ്ങനെയാണോ? എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഓണം ആഘോഷിക്കുകയാണ്. അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യനുണ്ട്, എല്ലാ മതക്കാരും ഓണം ആഘോഷിക്കുകയാണ്. അതൊരു ആചാരമായിട്ടല്ല എടുക്കുന്ന, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ടല്ലേ നമ്മൾ ഓണം കണക്കാക്കുന്നത്. അപ്പോൾ അത്രയാണ്
തന്നെയാണ് ഞങ്ങളും ചിന്തിച്ചിട്ടുള്ളൂ. ആ ഒരു കുഞ്ഞ് ഒരു എന്താ പറയുക ഫാൻസി ഡ്രസ്സ് ചെയ്യുന്ന ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവനെ മാവേലി ആക്കിയത്. അല്ലാതെ നമ്മൾ അതിലൊരു മതത്തിനെ കൊണ്ടൊന്ന് ഇറക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട സമയത്ത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കുട്ടിയല്ലേ അത്, നിങ്ങളെന്താ അങ്ങനെ ഡ്രസ്സ് ചെയ്യിച്ചേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നോടിയായിട്ട് പറഞ്ഞത്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളിതിൽ കുരുപൊട്ടേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കേരളത്തിൻ്റെ ഉത്സവം ഓണം എന്നുള്ള രീതിയിൽ മാത്രമേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ചേക്കണേ, ഒരു ഫാൻസി ഡ്രസ്സ് എന്ന മാതിരി. അല്ലാതെ നമ്മളിതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മതത്തിനെ ഇതിലോട്ട് ഇൻവോൾവ് ആക്കുന്നില്ല. നമ്മൾ പുടവാന്നാണോ പറയണത് എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കസവ് എന്നല്ലേ പറയണേ, ഈ കസവ് മാത്രം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ടീച്ചറാണ് കേട്ടോ തന്നത്. ആ ഒരു തൊപ്പിയും പിന്നെ അതുപോലെ തന്നെ കയ്യിലും ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ടീച്ചറാണ് തന്നത്. അത് ടീച്ചർ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ അതേ രാജേച്ചിക്ക് ഒരു ഉമ്മൊക്കെ കൊടുത്ത ആള് രാജേച്ചിയുടെ പെറ്റാണ് കേട്ടോ ആള്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതേ നമ്മളൊരു മീശയും കൂടെ വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മാവേലി ആവുമ്പോൾ മീശയും കൂടെ വേണമല്ലോ. എന്നിട്ട് നമ്മൾ കുറച്ച് കരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആൾക്ക് മീശയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ പൂ കൊടുത്തു വിട്ടത് വെറുതെ ആയില്ല. നമ്മുടെ പൂക്കളമൊക്കെ ഒരു ചെറിയ പൂക്കളമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴേക്കും. പൂക്കളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തു വിട്ട പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ പൂക്കളും ഞാൻ കൊടുത്തു വിട്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാവേലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവേലിയുടെ കയ്യിലിരിക്കുന്ന കുട ഉണ്ടല്ലോ, അത് നമ്മുടെ സുപ്രൻ ചേട്ടൻ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. നമ്മുടെ രാജേച്ചിയുടെ ഹസ്ബൻഡാണ് അത് ഉണ്ടാക്കി തന്നത്. നമ്മുടെ അടക്കാമരത്തിൻ്റെ പാള കൊണ്ടിട്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു മുത്തുക്കട ഉണ്ടാക്കി തന്നത്. പാളയാണ് ആ സെൻറ്റർ ഭാഗത്തുള്ളത് കാണുന്നത്. പിന്നെ തെങ്ങിൻ്റെ കൈ വെച്ചിട്ടാണ് ആളത് എന്താ പറയുക കെട്ടി തന്നേക്കണേ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പാള കാണാനായിട്ട്. അപ്പോൾ പച്ച ആയതുകൊണ്ടാണ് കേട്ടോ അത്ര ഭംഗി തോന്നാത്ത. ഉണക്കിയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ പച്ചയാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ അതേ മാവേലിനെ വരവേൽക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബായിക്കൊച്ചാണ് കേട്ടോ അത്. ആ കൊച്ചാണ് പൂക്കൾ എന്താ വിതറി നമ്മുടെ മാവേലിനെ വരവേൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞു കൊടുക്കണമെന്നും അതിന് മനസ്സിലാവുന്നുമില്ല, മലയാളം അറിയത്തില്ലല്ലോ. ടീച്ചർ പറഞ്ഞു കൊടുത്തേക്കണ മലയാളമല്ല അതിനറിയത്തുള്ളൂ. അങ്ങനെ എന്താ പറയുക നമുക്ക് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മുടെ മാവേലി വരികയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ എല്ലാവരെയും പൂക്കളത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ടീച്ചറെയും അതുപോലെ തന്നെ ആയേനെയൊക്കെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിള്ളേരുടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ അടുത്തുള്ള കുറേ ഇത്തമാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ പ്രോഗ്രാമൊക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ അധികം പിള്ളേരില്ല, വളരെ കുറച്ച് പിള്ളേരുള്ളൂ. ഉള്ള പിള്ളേരെ വെച്ചിട്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് ടീച്ചറും എല്ലാവരും കൂടെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ട് ഇതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ചോറ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അംഗൻവാടി തന്നെ ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ സാമ്പാറും അവിയലും ഒക്കെ ടീച്ചറും ഉണ്ടാക്കി കൊണ്ടുവന്നു. അച്ചാറും ഉണ്ടാക്കി കൊണ്ടുവന്നു, പപ്പടം ഇതൊക്കെ ടീച്ചറാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഞാൻ പായസം ഉണ്ടാക്കി കൊണ്ടുപോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകറി അവസാനമായിപ്പോയി റെഡിയാക്കി കേട്ടോ. അങ്ങനെ കൂട്ടുകറി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കറണ്ട് പോയല്ലോ, പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ ഒരു കുട്ടിയുടെ അമ്മ ബീട്രൂട്ട് പച്ചടിയോ കിച്ചടി എന്തോ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ടീച്ചർ തുറന്നപ്പോൾ ടീച്ചറുടെ കയ്യിൽ നിന്ന് താഴോട്ട് വീണ് അതാകെ പോവുകയും ചെയ്തു കേട്ടോ. ടീച്ചർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മെമ്പറൊക്കെ വന്നു. മെമ്പറും അതുപോലെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഇത്താമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇക്ക ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഇക്കയുടെ ഓഫീസിലെ ഒരു സാറിൻ്റെ അമ്മ മരിച്ചിട്ട് അവിടെ എന്തോ ഫംഗ്ഷൻ ആയിരുന്നു കോതമംഗലത്ത് വെച്ചിട്ട്. അപ്പോൾ ഇക്ക അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ചെന്ന് ഫുഡ് കഴിച്ചില്ല. അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആളവിടെ ചെന്നിട്ട് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതേ ഇക്ക ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ എനിക്ക് പായസം കിട്ടിയില്ലായിരുന്നു. നമ്മൾ അംഗൻവാടിയിൽ നിന്നാണ് ചോറൊക്കെ ഉണ്ടത് കേട്ടോ. ഞാനും കൊച്ചും അംഗൻവാടിയിൽ നിന്ന് ചോറുണ്ടിട്ടാണ് വന്നത്. അപ്പോൾ പായസം കിട്ടിയില്ലായിരുന്നു. പായസം അത്യാവശ്യം എന്താ പറയുക എല്ലാവരും വീണ്ടും എടുത്ത് കുടിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വീട്ടിൽ ഞാൻ ബാലൻസ് വെച്ചിട്ടാണ് പോയത്. രാജേച്ചിക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ദേ വീട്ടിൽ വന്ന് പായസം കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇക്ക അടുത്തിരുന്ന് ചോറുണ്ണനുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മളിതേ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല,
നമ്മുടെ വീട്ടിലൊരു കുമ്പളം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കുമ്പളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുമ്പളങ്ങ ഉണ്ടായി മുറിച്ച കാര്യമൊക്കെ നമ്മളൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ മുറിക്കുന്നതൊക്കെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതേ കുമ്പളങ്ങയുടെ എന്താ പറയുക തുമ്പൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാനായിട്ട്, കാരണം ഇത് ഫ്രണ്ടിൽ തന്നെ മുളച്ചതാണ്. അവിടെ ഇങ്ങനെ കുമ്പളമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കയറ്റി വിട്ടാലാണ് നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെ അതിനുള്ള സ്പേസ് ഒന്നുമില്ല. കുറച്ച് ഇതേ കളർ ചെടികൾ നിൽക്കുന്നുണ്ട്. ആ കളർ ചെടിയുടെ ഇടയിലാണ് ഇതിങ്ങനെ പടർന്ന് പോയേക്കണേ കേട്ടോ. അപ്പോൾ ഇതേ അടുത്ത കുമ്പളം അവിടെ എന്താ പറയുക ഉണ്ടാവണുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ. ഞാൻ ആദ്യമൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നീട് അത് ഒരിടക്ക് അങ്ങ് നിന്ന് പോയിട്ടോ. വീണ്ടും ഈ ഒരു കുമ്പളങ്ങ ഉണ്ടായപ്പോൾ എനിക്ക് വീണ്ടും പണ്ടത്തെ പോലെ തന്നെ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഇരുമ്പമ്പുളി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ പിന്നെ നമുക്ക് കുമ്പളം അതിലേക്ക് അങ്ങ് കയറ്റി വിടാമെന്ന് വിചാരിച്ച് ഇക്കനയും കൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഇതേ വെള്ളക്കാന്താരി ഉണ്ടല്ലോ, അത് കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അന്ന് ഇക്കനയും കൊണ്ട് പറപ്പിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൈ കൊണ്ട് അവിടെ എത്തില്ല കേട്ടോ, കാരണം ഇക്കാക്ക് തന്നെ അവിടെ കറക്റ്റാണ് എത്തണത്. അപ്പോൾ പിന്നെ എൻ്റെ കൈ എത്തത്തില്ലല്ലോ. അങ്ങനെ ദേ ഇക്കനയും കൊണ്ട് ഞാനതൊക്കെ പറപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് എന്നിട്ട് സുർക്കയിലിട്ട് വെക്കും, വിനാഗിരിയിലിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചേക്കണേ കേട്ടോ. പിന്നെ നമുക്ക് അടിവാട് വരെ ഒന്ന് പോകാനുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് കുടുംബശ്രീയുടെ ഓണച്ചന്തയുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കുടുംബശ്രീക്കാരും നിർബന്ധമായിട്ടും 500 രൂപയുടെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ കുടുംബശ്രീയിൽ നിന്നും മേടിച്ചിട്ടുണ്ട് 500 രൂപയുടെ ഒരു കൂപ്പൺ. അപ്പോൾ ആ കൂപ്പണും കൊണ്ട് നമ്മൾ അടിവാട് ചെന്നിട്ടുണ്ടെങ്കിൽ 500 രൂപയുടെ സാധനം നമുക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുടുംബശ്രീയിൽ മൊത്തം 14 അംഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 12 പേർക്ക് നമുക്ക് സാധനങ്ങൾ മേടിക്കണം. ഈ 12 പേർക്കും ഒരുപോലെ വീതിക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ വേഗം പോണത് അതുകൊണ്ടാണ്. കാരണം സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലത്തെ സാധനങ്ങൾ ചിലപ്പോൾ കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഞാൻ വേഗം അവിടെ ചെന്നു 40 രൂപയുടെ സാധനങ്ങൾ കണക്കിലാണ് ഞാൻ മേടിച്ചത് ഓരോ അംഗങ്ങൾക്ക് കേട്ടോ. ലാസ്റ്റ് 20 രൂപ ബാലൻസ് വന്നു. ആ 20 രൂപയുടെ സാധനം ഞാൻ തന്നെ വാങ്ങിട്ടോ. അങ്ങനെ എനിക്ക് 60 രൂപയുടെ സാധനം, ബാക്കി എല്ലാവർക്കും 40 രൂപയുടെ സാധനം, ടോട്ടൽ 500 രൂപയുടെ സാധനങ്ങൾ ഞാൻ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തു. പ്രത്യേകിച്ച് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നിർബന്ധമായിട്ടും വാങ്ങണം എന്നുള്ളതുകൊണ്ട് പോയി വാങ്ങിയെന്ന് മാത്രം. അതൊക്കെ കഴിഞ്ഞപ്പോൾ അടിവാട് ഭയങ്കര ബഹളവും എന്താ പറയുക ചെണ്ടോട്ടലും ഒക്കെ കേൾക്കണം കേട്ടോ. അപ്പം നമ്മൾ സംഭവം നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിവാട് സ്കൂളിലെ അധ്യാപകന് പ്രധാന അധ്യാപകന് ബെസ്റ്റ് അധ്യാപകനുള്ള അവാർഡ് എന്തോ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ഫംഗ്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും വീതിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട്. അത് അത്രയും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.